എല്ലാവർക്കും നമസ്കാരം. PKG പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നമ്മളൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് FRP അഥവാ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ്. ഇത് കായൽ പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലുമൊക്കെ ചിറ കെട്ടാനും കോമ്പൗണ്ട് വാൾ കെട്ടാനും സംരക്ഷണ ഭിത്തി കെട്ടാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വസ്തുവാണിത്. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ഒരു റിസോർട്ടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നതാണ്. നമുക്ക് ഈ FRPയെക്കുറിച്ച് കൂടുതൽ അറിയാം. പരസ്പരം ലോക്ക് ചെയ്ത FRP ഷീറ്റുകൾ മണ്ണിലേക്ക് താഴ്ത്തിയാണ് ഇതിൻ്റെ ഫിക്സിങ് നടക്കുന്നത്. ഇത് ഫിക്സ് ചെയ്യാൻ സാധാരണയായി വൈബ്രേറ്റിംഗ് ഹാമറാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹിറ്റാച്ചിയോ JCBയോ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ കാണിക്കാവേ. ഈ കാണുന്നത് പോലെ തീരത്ത് യാതൊരുവിധ സംരക്ഷണമില്ലാതെ കുറച്ചായിട്ട് മണ്ണിടിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ മുമ്പ് കണ്ടതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടി സംരക്ഷണ ഭിത്തി FRP ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഫിനിഷിംഗ് അല്ലേ, നല്ല വൃത്തിയായിട്ടിരിപ്പില്ലേ. ഇതുപോലെയാണ് നമ്മൾ FRP ഉപയോഗിച്ച് കെട്ടിയാൽ കിട്ടുന്നത്. ഈ കാണുന്നത് ആറ്റിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടോ, നല്ല മനോഹരമല്ലേ കാണാൻ. ഈ FRP എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഉപ്പുവെള്ളത്തിൽ ഇതിന് പ്രശ്നം ഉണ്ടാകത്തില്ല, തുരുമ്പെടുക്കത്തില്ല, പൊടിഞ്ഞു പോകത്തില്ല. അങ്ങനെ ഗുണങ്ങൾ ഒത്തിരിയുള്ള ഒരു മെറ്റീരിയലാണ് ഈ FRP എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അവിടെ ഇത് പല ആവശ്യങ്ങൾക്ക് ഇതുപോലെ സംരക്ഷണ ഭിത്തി കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഈ കാണുന്നതാണ് FRP ഷീറ്റ്. ഇതൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എളുപ്പത്തിന്. ഇത് കണ്ടോ, ഈ ഒരു കാണുന്ന ഭാഗത്താണ് ലോക്ക് വരുന്നത്. ഇതിനുള്ളിലേക്ക് ഇതിൻ്റെ മറ്റ് ഭാഗം, ഈ ഭാഗം ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 2 പീസാണ്. ഇത് കണ്ടോ, ഈ ഒരു പീസ് ഇതുപോലെ ഈ ഹോളിലേക്ക് ഇറക്കുക. കണ്ടോ, ഇങ്ങനെ അത് രണ്ടും തമ്മിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും കൂട്ടി ലോക്ക് ചെയ്യാം. ഇത് ഈ കാണുന്നത് 4 mm ഒരു ഷീറ്റാണ് കേട്ടോ. ഇത് വളരെ സ്ട്രോങ് ആണ്. ഇത് കാണുന്ന പോലെയല്ല. ഇതിന് എത്രത്തോളം ബലമുണ്ടെന്നുള്ളത് ഇത് ഫിക്സ് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ തൊട്ടുപുറകെ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാവേ. ഈ കാണുന്നത് വൈബ്രേറ്റിംഗ് ഹാമർ ഉപയോഗിച്ച് ഇത് മണ്ണിലേക്ക് താഴ്ത്തുന്ന ഭാഗമാണ്. നോക്കിക്കേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കിക്കേ, എത്ര കൂളായിട്ടാണ് ഇത് മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നതെന്ന് നോക്കിക്കേ. യാതൊരു കേടുപാടും സംഭവിക്കില്ല, പൊട്ടത്തില്ല. ഇത് കണ്ടോ, ഹിറ്റാച്ചിക്ക് ഇടിക്കുകയാണ്. ഇങ്ങനെ ഇടിച്ച് താഴ്ത്തും ചില സ്ഥലങ്ങളിൽ. പാറയില്ലാത്ത ഏത് സ്ഥലത്തും ഇതുപോലെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഈ കാണുന്നത് കൂടുതൽ ബലത്തിനായിട്ട് കൊടുക്കുന്ന സപ്പോർട്ടിംഗ് ബീമാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു വശത്തുള്ള മൺതിട്ട FRP ഷീറ്റ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിന് കൂടുതൽ ബലം കിട്ടാനായിട്ട് സപ്പോർട്ടിംഗ് ബീം കൊടുത്തിരിക്കുന്നതും കാണാം. കോൺക്രീറ്റിന് പകരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഹൗസ് പ്ലോട്ടുകൾ തിരിക്കുമ്പോഴുണ്ടാകുന്ന മൺതിട്ടകളിലൊക്കെ FRP ഷീറ്റ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടാവുന്നതാണ്. ഇതുപോലെ ഇരിക്കും നമ്മൾ FRP ഷീറ്റ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോൾ. ഇത് പല കളറുണ്ട് കേട്ടോ. ഏത് കളർ വേണേലും നമുക്ക് ലഭിക്കും. ഈ കാണുന്നത് യെല്ലോ കളറാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ റിസോർട്ടിൽ സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നത് ഗ്രേ കളറാണ്. ഈ കായൽ പ്രദേശങ്ങളിലൊക്കെ ചിറ കെട്ടാനും അതുപോലെ കുളങ്ങളുടെ വശങ്ങൾ കെട്ടാനുമൊക്കെ ഇത് നല്ലൊരു മെറ്റീരിയലാണ്. തുരുമ്പെടുക്കില്ല, പൊട്ടിപ്പോകില്ല, പൊടിഞ്ഞു പോകില്ല, ഉപ്പുവെള്ളത്തിനെ പ്രതിരോധിക്കും, ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു മെറ്റീരിയലാണ് ഈ FRP എന്ന് പറയുന്നത്. വിദേശത്തൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. കേരളത്തിൽ ഈ FRP ഷീറ്റുകൾ നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോവൽ കോമ്പോസിറ്റ്സ് എന്ന കമ്പനിയാണ്. ഇവർക്ക് എറണാകുളത്ത് കളമശ്ശേരിയിലും ഒരു ഓഫീസുണ്ട് കേട്ടോ. ഇവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് ഈ FRP ഷീറ്റ് ഉപയോഗിച്ച് ചിറ കെട്ടാനോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാൾ കെട്ടാനോ
സംരക്ഷണ ഭിത്തി കെട്ടാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിലോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് തരും കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുത്ത ഈ റിസോർട്ടിൻ്റെ ഉടമയായ ലൂക്കോസ് പി ചാക്കോ സാറിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. ഏറ്റുമാനൂരാണ് ഈ റിസോർട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ വലിയമറ്റത്തിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഹോം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. വെഡ്ഡിംഗ് റിസപ്ഷൻ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ഇവൻറ്റുകളൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. സാറേ, ഇത് ഈ ഒരു സംവിധാനം സാറ് സാറ്റിസ്ഫൈഡ് ആണോ? ഇത് 100%. ഓക്കെ ഓക്കെ. സാർ എങ്ങനെ ഈ ഫൈനൽ വേറെ പലതും ഉണ്ടല്ലോ, മെറ്റീരിയൽ കല്ലും കോൺക്രീറ്റും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് സാറ് ഫൈനൽ എങ്ങനെ എത്തിയത് ഇതിലേക്ക്? കാരണം ഇപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഇതിന് വേണ്ടിട്ട് നല്ലപോലെ എഫർട്ട് എടുത്ത കല്ലും ഇതെല്ലാം കിട്ടി കംപ്ലീറ്റ്. അതുപോലെ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ അക്കരെ നോക്കിയാൽ അറിയാം അവിടെ കിടക്കുന്നതും ഇവിടെ കിടക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം ഇത്രയാക്കി. എങ്കിലും ഇതിന്റെ ആ വെള്ളത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്തിന് ഒരു പൂർണ്ണത വന്നിട്ടില്ല. അപ്പൊ ഞാൻ അത് എന്നാ ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കസിനും കൂടി ടീമോൻ അപ്പൊ ഇങ്ങനെ ഫൈബറിന്റെ ഈ ഇവിടെ അപ്പൊ ആ ചെറുവാണ്ടൂരുള്ള ഫാക്ടറി ഞങ്ങൾ പോയി. അപ്പൊ അങ്ങനെ വന്ന ഇത് അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞപ്പം നമുക്കൊരു ഒരു കംപ്ലീറ്റ് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള. അപ്പൊ ഞാനിങ്ങനെ പറയുകയും ചെയ്തായിരുന്നു, ഏതാണ്ട് ഇവര് പുതിയതായിട്ട് തുടങ്ങിയതാണെങ്കിലും അത് എനിക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ പോലെ ഒരു തോന്നല്. ഇനി അത് ഒരു നല്ല സാധനം. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളവും ഇതും ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പം അതിനോട് അനുരൂപമായിട്ട് കുഴപ്പമില്ലാതെ കൊണ്ട് പോകുന്ന ഈ ഒരു മെറ്റീരിയൽ ഈ ആറിന്റെ സൈഡിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് നിസ്സംശയം പറയാം. ഞാൻ പറഞ്ഞ ഇതിന്റെ ഏറ്റവും പ്രയോജനം ഒരു ഫിനിഷിങ് ടച്ച് കിട്ടാനായിട്ട് ആറിന്റെ സൈഡിലുള്ളവർക്ക് അതിന്, അതായത് ഇതിന് ബലമുണ്ട്, കാഴ്ചയിലും ഭംഗിയുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഞാൻ 100-150% സാറ്റിസ്ഫൈഡ് ആണ്, റെക്കമെൻഡ്. അപ്പോൾ ആരെങ്കിലും ഇനിയാണെങ്കിലും സാർ റെക്കമെൻഡ് ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണത കണ്ടിട്ടുണ്ട്, ഒരു ഫിനിഷിങ് വെള്ളത്തിനോട് ചേർന്ന്. കായൽ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും അറിയട്ടെ ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.